ധിക്കരിച്ചുകൊണ്ട് നീ ആ ബൈക്ക് ഇവിടുന്ന് കൊണ്ടുപോയാലുണ്ടല്ലോ ഉണ്ടാൻ പോണമ്മേ. ഞാൻ ആ ബൈക്ക് ഇവിടുന്ന് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുവാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിനക്ക് നിന്റെ അമ്മയുടെ ശവം കാണാം. അമ്മേ, ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ എന്തിനാ നിന്റെ അമ്മയായിട്ട് ജീവിക്കുന്നത്? അങ്ങ് മരിക്കുന്നതല്ലേ നല്ലത്. ഈ അമ്മയെ കൊണ്ട് 10 മാസം വയറ്റിൽ ചുമന്നിട്ട് നന്ദി ഉണ്ടോ നിനക്ക് എന്നോട്? ലില്ലി പക്ഷേ എന്താ മാഡം? നീ താമരയോട് എന്തെങ്കിലും പറഞ്ഞോ? അത് പിന്നെ മാഡം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. നീ എന്തെങ്കിലും ഇത് അവളോട് പറയുമെന്ന് എനിക്കറിയാം. ഞാൻ പറയില്ല. നിങ്ങൾ എന്റെ അമ്മയെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയില്ല, സത്യം. ഉറപ്പാണോ? ഞാൻ പറയില്ല, സത്യം. അതായിരിക്കും നല്ലത്. ഇവളെ വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം ചെയ്യാം, ഇവളെ ഇവിടുന്ന് ജോലി ചെയ്ത് പറഞ്ഞു വിടാം. അത് തന്നെ നല്ലത്. നിന്നെ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു. ചെയ്യും. നീ എപ്പോ വേണമെങ്കിലും എന്നെ ഒറ്റ കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഇവിടുന്ന് പോയേക്കണം. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു. കാലിന് ഇവിടെ ആരും സീരിയസ് ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് പെട്ടെന്ന് മുങ്ങിയേക്കാം. ഇതാണെന്ന് സംഭവിച്ചത് മാളൂട്ടി. പക്ഷെ നീ സത്യം ഒരിക്കലും അറിയാൻ പോകുന്നില്ല. നീ എന്റെ കപട സ്നേഹത്തിൽ വീട് പോയി. മാളൂട്ടി, ഇനി ആരുടെ ദേഹത്താ ആ പ്രേതം കയറാൻ പോകുന്നത് എനിക്കൊന്ന് കാണണം. ഈ ഉൾക്കാട്ടിൽ പോയി നീ ഇനി തിരിച്ചു വരുന്നത് എനിക്കറിയാം. വിഷജന്തുക്കളും ആനയും പാമ്പും എല്ലാം ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഇര നീ ആയിരിക്കും, എനിക്ക് ഉറപ്പാ. എവിടെ പോയി? ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. ഒരുപാട് ഉള്ളിലോട്ട് വന്നും ചെയ്തു. ഇനി ഇങ്ങനെ പുറത്തു പോകാ? അയ്യോ, കുടുങ്ങിയോ? അതെന്തൊരു ശബ്ദം? അയ്യോ, അത് പോയി. അയ്യോ, ഇതിനെ വലുത് എന്തെങ്കിലും കാണും. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണല്ലോ. ഏതാ കുട്ടി? എവിടുന്നാ? ഞാൻ സിറ്റിന്ന് വന്നതാ. സിറ്റിന്ന് ഇങ്ങോട്ട് നീ എങ്ങനെയാ വന്നേ? ഇവിടെ ഒരു സ്വാമിയുണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാ. ഇവിടെ അങ്ങനെ ഒരു സ്വാമി ഇല്ലല്ലോ. കുട്ടി എന്തിനാ സിറ്റിന്ന് ഇങ്ങോട്ട് വന്നേ? സിറ്റിന്ന് ഇങ്ങോട്ടുള്ള ദൂരത്തൊക്കെ പല പ്രശ്നങ്ങളുള്ളതാ. വിഷജന്തുക്കളും കാട്ടുജാതികളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. കുട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പോ നിങ്ങൾ ഇവിടെ നടക്കുന്നതോ? നിങ്ങൾക്ക് പ്രശ്നമില്ലേ? അങ്ങനെ ചോദിച്ചാ ഞങ്ങള് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നിൽക്കാറുള്ളൂ. ഞങ്ങളുടെ ഗ്രാമത്തേക്കുള്ള വഴി ഇവിടുന്ന് കുറച്ചാ. ഇവിടെ ഒരു ഗ്രാമോ? സിറ്റിയിലുള്ളവർക്ക് പലവർക്കും കാട്ടിനുള്ള ഗ്രാമമുള്ള കാര്യം അറിയത്തില്ല. ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലേക്കുള്ള വഴിയുടെ പാതയാ. അതുകൊണ്ട് ഇവിടെ ആരും ഉണ്ടാകില്ല. കുട്ടി ഇവിടെ തന്നെ വന്ന് പെട്ടെന്ന് നന്നായി. അതെ, കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരുന്നെങ്കിൽ വല്ല ജന്തുക്കളുടെയും വായപ്പെട്ടേനെ. അയ്യോ, എനിക്കപ്പോ ഇനി തിരിച്ചു പോയിക്കൂടാ? ഇവിടുന്ന് തിരിച്ചു പോവൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ഇരുട്ടാനും തുടങ്ങി. ഇപ്പൊ നീ പോയാ അവിടെ എത്താൻ സാധ്യതയില്ല. വല്ല ആനയുടെ പാമ്പിന്റെയോ ഇര ആവേണ്ടി വരും. ഇനി ഞാനെന്താ ചെയ്യാ? കുട്ടി വാ, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോരൂ. അയ്യോ, അപ്പൊ നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ ഇത് പ്രശ്നമാവില്ലേ? എന്റെ വീട്ടിൽ ഞാനും മുത്തശ്ശനും മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്തിനാ എന്നെ സഹായിക്കുന്നേ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാതിരിക്കാലോ. ഒന്നുമില്ല, കുട്ടീനെ ഒറ്റയ്ക്ക് കാട്ടില് ഞങ്ങളുടെ സഹായം നീ വേണമെങ്കിൽ സ്വീകരിച്ചാ മതി. വേണമെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് നാളെ രാവിലെ പോയിക്കോ. പക്ഷെ ഇവിടുന്ന് എങ്ങനെ തിരിച്ചു പോകുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. ബെസ്റ്റ്. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? പീറ്റർ. അവൻ അങ്ങനെ പലതും പറയും. നീ വാ. എന്റെ പേര് മാളൂട്ടി. നല്ല പേരാണല്ലോ. നിങ്ങളുടെ 2 പേരുടെ പേരെന്താ? എന്റെ പേര് അനു. ഇത് പീറ്റർ. ഞങ്ങളുടെ ഗ്രാമം ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നതാ. ഞങ്ങളുടെ ഗ്രാമത്തിൽ വലിയ വലിയ മലനിരകളും എല്ലാം ഉണ്ട്. ഞങ്ങളുടെ സിറ്റിയെ പോലെ അലങ്കോലമല്ല, വളരെ ഭംഗിയുള്ളതാ. ഞാൻ കേട്ടിട്ടുണ്ട് സിറ്റിയിലുള്ളവരൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ജീവിക്കുന്നതെന്ന്. അത് ശരിയാ. പക്ഷെ ഞാനെങ്ങനെ എന്റെ മുത്തശ്ശി എനിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ എന്നെ കുറിച്ച് അറിയാതെ എന്നെ നിങ്ങളുടെ ഗ്രാമത്തിൽ കൊണ്ടുപോകരുത്. എന്താ പറ? എന്റെ മുത്തശ്ശിയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അയ്യോ, നിങ്ങളുടെ മുത്തശ്ശിയോ? നിങ്ങളുടെ മുത്തശ്ശിക്കൊക്കെ അറിയുന്നുണ്ടാകുമല്ലോ ഈ കാടിന്റെ കാഠിന്യം.
ഈ കാട്ടിലെ ജീവികളെ കുറിച്ചൊക്കെ നിങ്ങളുടെ മുത്തശ്ശിക്ക് അറിയുന്നുണ്ടാവല്ലോ. പിന്നെ എന്തിനാ നിങ്ങളെ അവരിങ്ങോട്ട് അയച്ചത്? അത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രേതശല്യമുണ്ട്, അതിനെ ഒഴിപ്പിക്കാനായിട്ട് ഒരു സ്വാമി കാട്ടിൽ കാണുന്നു മുത്തശ്ശി പറഞ്ഞു. അയ്യോ, അതിനാ സ്വാമിജിയെ കാട്ടിൽ വന്ന് അന്വേഷിച്ചാലൊന്നും കാണാൻ കഴിയില്ല. ഞങ്ങളെ ഇവിടെ അങ്ങനെ ഒരു സ്വാമിജിയുമില്ല. അദ്ദേഹം വളരെ ഉൾക്കാട്ടുകളിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ കഴിയില്ല നിനക്ക്. ഇവിടെ അങ്ങനെ ഒരു സ്വാമി ഇല്ല ഞങ്ങളുടെ നാട്ടില്. പക്ഷെ എനിക്ക് സ്വാമിയെ കണ്ട് എന്റെ മുത്തശ്ശിയെ രക്ഷിക്കണം. എന്റെ മുത്തശ്ശിയാണ് ആ പ്രേതം ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഇത്ര സ്നേഹം നിന്നോട് നിന്റെ മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്നെ ഈ കാട്ടിലേക്ക് വിടോ? അത് ശരിയാ, ഞാൻ വിചാരിക്കുന്നത് നിന്റെ മുത്തശ്ശിക്ക് നിന്നെ കാട്ടിൽ ഒറ്റക്കാക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും വിട്ടത്. അല്ലാതെ ഒരു അച്ഛനമ്മമാരും ഒരു മുത്തശ്ശിമാരും ഈ കാട്ടിലേക്ക് സിറ്റിയിൽ ആരെയും വരത്തില്ല. ഇപ്പോ നിന്റെ ഭാഗ്യം കൊണ്ടാ ഞങ്ങളുടെ കണ്ണില് നീ പെട്ടത്. പക്ഷെ എന്റെ മുത്തശ്ശി എന്നോട് അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. എന്റെ മുത്തശ്ശിനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയങ്ങളെ ആയുള്ളൂ. അവര് ഇത്രയും കാലം എന്നോട് ഒരു സ്നേഹം കാണിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാ എന്റെ അടുത്ത് സ്നേഹം കാണിച്ചു തുടങ്ങി. അപ്പത്തന്നെ ഞാൻ എങ്ങനെ മുത്തശ്ശിയെ വെറുക്കുക? മുത്തശ്ശി ഇങ്ങനെ ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശി ഒരിക്കലും എന്നോട് ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞതാ. മുത്തശ്ശി എല്ലാ സത്യങ്ങളും എന്റെ അടുത്ത് പറഞ്ഞു. അനു, എനിക്ക് തോന്നുന്നു ഇവക്ക് വട്ടാന്ന്. ഇവളെന്ന് ഒരുമാതിരി നാടകത്തിൽ വർത്താനം പറയുന്ന പോലെ പറയുന്നേ. ഹലോ, നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ചോദിക്കാനല്ല ഞങ്ങളെ നാട്ടിലേക്ക് വിളിക്കണേ. നിങ്ങളെ വളർന്ന ആരും ഇന്ന് കാട്ടായിരിക്കാൻ വേണ്ടിട്ടാ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾ മുത്തശ്ശി ആലോചിച്ച് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല.